നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നാലും നിങ്ങൾ എന്നോട് ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മോളെ, അത് പിന്നെ കമ്പനി പണയം വെക്കും മുമ്പ് ഒരു വാക്ക് എന്നോട് പറയായിരുന്നു. സോറി, പണയം വെച്ചുപോയി. എന്നാലും എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അജയേട്ടൻ സ്വന്തമായിട്ട് ഔചിത്യം കാണിച്ചല്ലോ. ആണുങ്ങളായ ഇങ്ങനെ വേണം. അപ്പോ ഞാൻ തന്ന ഡോസ് അജയേട്ടൻ ഏറ്റു അല്ലേ? അവര് പറയുന്നൊന്നും അജയേട്ടൻ കാര്യമാക്കണ്ട. അസൂയുണ്ട് അവര് പലതും പറയും. അജയേട്ടന്റെ കാര്യപ്രാപ്തി കണ്ടിട്ട് നിങ്ങളുടെ ചേട്ടന് പോലും സഹിച്ചില്ല. അതുകൊണ്ട് കേറി ഉടക്കാൻ വന്നത്. ഇപ്പൊ ഇത് വിഷുവേട്ടൻ അറിയുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? പിന്നെ സന്തോഷമായിരിക്കും, ഭയങ്കര ഭയങ്കര സന്തോഷമായിരിക്കും. അജയേട്ടന്റെ മുഖം എന്താ വാടിയിരിക്കുന്നേ? അത് പിന്നെ ഈ ചൂട് കൊണ്ടായിരിക്കും. അജയേട്ടൻ എന്തിനാ ഇറങ്ങി നടക്കുന്നേ? ഈ സീറ്റ് മുറിക്കാത്തിരുന്നൂടെ? ആഹാരമാകുമ്പോ ഞാൻ വിളിക്കില്ലേ? എന്റെ പൊന്നുമോളെ മുറിക്കാതിരിക്കാൻ സമ്മതിക്കണ്ടേ? ചന്ദ്രേട്ടൻ കിടന്ന് ബഹളം കൂട്ടിയതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ ഇറങ്ങി വന്നത്. അത് കഴിഞ്ഞല്ലോ. അവർക്കുള്ള ചുട്ട മറുപടി നമ്മൾ കൊടുക്കുകയും ചെയ്തു. ഇനി അജയേട്ടനകത്ത് പോയിരുന്നൂടെ? ഇരിക്കാം. ഞാനൊരു കാര്യം ചെയ്യാം. പോയി നല്ല ചെറുതേനൊക്കെ ഒഴിച്ച് നല്ലൊരു നെല്ലിക്ക ജ്യൂസ് എടുക്കാം. ചൂടിന് ബെസ്റ്റാ. ആണോ? എന്നാ വേഗം എടുത്തുണ്ടോ? ഇപ്പൊ വരാമേ. മനുഷ്യവിടെ മൂട്ടിൽ തീ പിടിച്ച് നിൽക്കുമ്പോഴാ അവളുടെ നെല്ലിക്ക ജ്യൂസ്. അതെ, നിങ്ങൾ ഇങ്ങനെ തട്ടിച്ചും പറ്റിച്ച് എത്ര കാലം ജീവിക്കും മനുഷ്യ? ഇനി നിനക്കെന്തുവാ വേണ്ടത്? കാശ്. കാശോ? അതെ, നിങ്ങൾ കമ്പനി വിറ്റ് കിട്ടിയ ബാക്കി കാശ്. എടി, അതിന് ഞാൻ ആ കമ്പനി ഒന്നും വിറ്റിട്ടില്ല. ചന്ദ്രന്റെ ചുമ്മാ അടക്കണമെന്ന് ഓരോന്ന് പറയുന്നതല്ലേ. ചുമ്മാ പറയാൻ അയക്കെന്താ ഭ്രാന്തുണ്ടോ? ഇതേ മനുഷ്യ, എല്ലാരടുത്തും വേറെ ഇറക്കുന്ന പോലെ ഇങ്ങോട്ട് ഇറക്കല്ലേ. നിങ്ങൾ അരച്ച് കലക്കി ഞാൻ കുടിച്ചു വെച്ചിരിക്കുവാ. നാവെടുത്ത് നിങ്ങൾ കള്ളം മാത്രമേ പറയൂ. എന്റെ പൊന്നു സിന്ധു, ഞാൻ സത്യം പറഞ്ഞത്. എന്റെ ഒരേ ഒരു മോളാണ് സത്യം. ഞാൻ കമ്പനി വിറ്റിട്ടില്ല. അന്ന് നിന്റെ ആങ്ങളത്തിന്റെ മുട്ടത്തലേ കിടന്ന് ബഹളം വെച്ചപ്പോ അവന് കൊടുക്കാൻ 5 ലക്ഷം രൂപയ്ക്ക് ഞാനത് പണയം വെച്ചു. അത് നിനക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതിനപ്പുറം ഒന്നും എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ അറിയാതെയാണോ ആ വിലയാധാരം ഉണ്ടായത്? അത് വാങ്ങിച്ചവൻ അവിടെ കയറി ഭരിക്കുന്നത്. ഞാനും അത് ആലോചിച്ചോണ്ടിരിക്കുന്നു. ഇനി അപ്പോഴത്തെ വെപ്രാളത്തിന് ഞാൻ ഒപ്പിട്ട് കൊടുത്തത് ഏത് കടലാസിലാണെന്ന് ആർക്കറിയാം? ഇതാ പറഞ്ഞ മനുഷ്യനായാൽ വിദ്യാഭ്യാസം വേണോന്ന്. ഓ, നിനക്കത് ആവശ്യത്തിനുണ്ടല്ലോ. കമ്പനി വിറ്റത് ഞാനല്ലോ. നീ എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കാതടി. ഇതൊന്നും ഒരു ഭ്രാന്തല്ല, ഒറിജിനൽ ഭ്രാന്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്ത് ഭ്രാന്ത്? നീ എന്തുവാടി പറയുന്നത്? അണ്ണനിപ്പൊ വിളിച്ചായിരുന്നു. നിങ്ങൾ എന്തോ കാലാതി പറഞ്ഞിട്ടുണ്ടെന്നോ? അത് കഴിഞ്ഞ അടുത്ത നിമിഷം ഇവിടെ എത്തുന്നും പറഞ്ഞു. എന്റെ ദൈവമേ, നില വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അണ്ണനെ ഒതുക്കാൻ എന്താ നടപടിന്ന് വെച്ചാ ആലോചിക്ക്. എന്തോ നടപടി? ഒന്നുകിൽ അണ്ണൻ പറഞ്ഞ കാശ് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കെട്ടണം. എടി, ഒരു വട്ടം ഞാൻ നിന്നെ കെട്ടിയതല്ലേ. ഒരു ചരടെടുത്ത് കഴുത്തി കെട്ടാനേ ഏത് വായി നോക്കിക്കും പറ്റും. ആ കെട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അണ്ണൻ പറഞ്ഞില്ലേ, 4 ആൾ അറിയേ നിലവിളക്കും നിറപറയും വെച്ച് നിങ്ങൾ എന്നെ കെട്ടണം. എന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ വിനോദ് കുമാറിന് ഒരച്ഛനെ തരണം. അവൻ അനാഥനായി ഈ ഭൂമിയിൽ ജനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. യോ ഈശ്വരത, അടുത്ത കുരിശ്. പറഞ്ഞതൊന്നും മറക്കണ്ട, അല്ലെങ്കിൽ ജ്യൂസിന് പകരം ആ വളയിട്ട കൈകൾ കൊണ്ട് നിങ്ങൾക്ക് ഞാൻ വിഷം ധരിക്കും. ദാ ചേട്ടാ, ഓ, മധുരം ആവശ്യത്തിനുണ്ടോ നോക്ക്. ഓ, ഉണ്ട്, ആവശ്യത്തിലേറെ ഉണ്ട്. അല്ല ചേട്ടാ, ഇപ്പൊ ഇവിടുന്ന് പോയത് സിന്ധു അല്ലേ? എവിടെ? എപ്പോ? സിന്ധു? ഏത് സിന്ധു? അജേട്ടൻ എന്നോട് കള്ളൊന്നും പറയണ്ട, ഞാൻ കണ്ടു.
ഈശ്വര, പെട്ടു. എനിക്കെല്ലാം മനസ്സിലായി. എന്ത്? തരം കിട്ടിയ നേരത്ത് അജേട്ടൻ അവളെ... അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ചെയ്തു. ഇല്ല മോളെ, ചെയ്തിട്ടില്ല. അജേട്ടൻ അവളെ ചീത്ത വിളിക്കായിരുന്നല്ലേ? അതെ. എന്തിനാ അജേട്ട പാവത്തെ ഇങ്ങനെ തരം കിട്ടുമ്പോ ദ്രോഹിക്കുന്നേ? വിരോധം കൊണ്ടാ. എന്ത് വിരോധം? എന്നെക്കാൾ കൂടുതൽ അവള് നിന്നെ സ്നേഹിക്കുന്നുണ്ടോന്ന് സംശയം. അതിന്റെ വിരോധ. എന്താ, എനിക്ക് വിരോധിച്ചൂടെ? ഈ അജേട്ടന്റെ ഒരു കാര്യം, മനുഷ്യൻ ഇത്രയ്ക്ക് സില്ലി ആവരുത്. പിന്നെ എന്റെ സ്നേഹത്തെ കവച്ചു വയ്ക്കാൻ ഒരാൾ നോക്കിയാ ഞാൻ എന്തുവാ ചെയ്യണ്ടേ? അജേട്ടന്റെ സ്നേഹത്തെ ആര് കവച്ചു വെക്കാൻ നോക്കുന്ന? അതിന് ഈ ജന്മം ആർക്കെങ്കിലും കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഈ ജന്മന്നല്ല, അടുത്ത ജന്മവും ഏതെങ്കിലും എടുത്ത് ശ്രമിച്ചാലും അവന്റെ മുട്ടുകാലം ഞാൻ തല്ലി ഓടിക്കും. എന്റെ ഈശ്വര, ഇങ്ങനെയുണ്ടൊരു സ്നേഹം. ഈ അജേട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. മോള് വാ. മോള് ആരുടെ മുന്നിൽ തോൽക്കാനും ഈ അജേട്ടൻ സമ്മതിക്കില്ല. ഇവനിട്ട് ഇന്നൊരു പണി കൊടുത്തിട്ട് എന്നെ കാര്യം. എന്താ എന്താ സിന്ധു, എന്താ പ്രശ്നം? അത് ചേച്ചിയുടെ ഭർത്താവ് ഈശ്വര, ചതിച്ചു. എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. നീ കാര്യം പറ സിന്ധു. അല്ലെങ്കിൽ വേണ്ട, ചേച്ചി അത് അറിയണ്ട. അതെന്താ? അറിഞ്ഞ ചേച്ചിക്ക് സങ്കടമാവും. ഞാൻ സങ്കടപ്പെട്ടോളാം. മനുഷ്യന് ടെൻഷൻ അടുപ്പിക്കാത്ത കാര്യം പറ സിന്ധു. എപ്പോ കണ്ടാലും അജയൻ സാറ് എന്നെ കടിച്ചു കീറാൻ വരുവാ. അജയൻ സാറിന് എന്നോട് എന്തോ വലിയ ദേഷ്യമുണ്ട്. അത്രയുള്ളോ? അതെന്താ അത്ര ചെറിയ കാര്യമാണോ? ചേച്ചിക്ക് ഒരു പക്ഷേ നിസ്സാരമായിരിക്കും, പക്ഷെ എനിക്കങ്ങനെ അല്ല. ഞാൻ ഇനിവിടെ നിൽക്കുന്നില്ല. ചുമ്മാ കൊതിപ്പിക്കില്ലടി. നീ എന്താ സിന്ധു പറയുന്നേ? നീ പോയ പിന്നെ എനിക്ക് ആരാ? ചേച്ചി വിചാരിച്ച എന്നെ പോലെ ഒരു 100 പണിക്കാരെ കിട്ടില്ലേ? അതിന് ഞാൻ നിന്നെ പണിക്കാരിയായിട്ടാണോ സിന്ധു കണ്ടിട്ടുള്ളത്? നീ എനിക്ക് എന്റെ സ്വന്തം അനിയത്തിയല്ലേ? അത് ചേച്ചിക്ക്. പക്ഷെ അജയ് സാറിന് എന്നെ ഇഷ്ടമല്ലല്ലോ. അതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയോ? ഇല്ല. അജയേട്ടന് നമ്മളെ സംശയോ? അയ്യോ, എന്തിന്? അജയേട്ടനേക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള സംശയം. മാങ്ങാത്തോലി. അങ്ങനെ ഞാനങ്ങ് പേടിച്ചു പോയി. എന്തിന്? ഓ, ചുമ്മാ. എന്ത് ചെയ്യാനാ? ഭർത്താവിന് ഭാര്യയുടെ അമിത സ്നേഹം ഉണ്ടായാലേ വേലക്കാരി ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും. നിന്നെ ഞാൻ വേലക്കാരിയായിട്ടല്ല കണ്ടിരിക്കുന്നെന്ന് എത്ര തവണ പറഞ്ഞു സിന്ധു. എങ്ങനെ കൂട്ടിയാലും വേലക്കാരി ആവാതിരിക്കോ ചേച്ചി? ആകും. നീ എങ്ങോട്ടും പോകുന്നില്ല. ഇവിടെ എന്റെ കൂടപ്പുറപ്പായിട്ട് ജീവിക്കും. എത്ര കാലം? ഞാനിവിടെ ഉള്ളിടത്തോളം കാലം. ഇവൾക്ക് വല്ലാത്ത അസുഖം തന്നെ. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല. നീ ഇപ്പൊ ആവശ്യമില്ലാത്തതൊന്നും ആലോചിച്ച് മനസ്സ് നീറ്റണ്ട. ഗർഭാവസ്ഥയില് പെണ്ണുങ്ങൾ സന്തോഷത്തോടെ കഴിയണം, അല്ലെങ്കിൽ അത് ബാധിക്കുന്നത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയാ. ചേച്ചി, ആ ചേട്ടനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഇനി എന്ത് മനസ്സിലാവാനാ? ഈ ചാട്ടവും ബഹളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ആള് പാവാ. നീ ധൈര്യമായിട്ടിരിക്ക. നിന്റെ കൂടെ ഞാനില്ലേ? നീ വാ.